പുതുവത്സരാഘോഷത്തിന്റെ വിശേഷങ്ങളില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് കൊച്ചിക്കാർക്ക് ഫോർട്ട് കൊച്ചിയാണ് ഏറ്റവും പ്രധാനം. ഫോർട്ട് കൊച്ചി പുതുവത്സരാഘോഷത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. സുരക്ഷാ ആശങ്ക നേരിടാൻ വിപുലമായ പദ്ധതികളാണ് ജില്ലാ ഭരണകൂടവും പോലീസും ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്മസ് ആഘോഷത്തിന് തുടക്കം കുറിച്ച ദിനത്തിൽ ജനത്തിരക്ക് മൂലം ഫോർട്ട് കൊച്ചി മണിക്കൂറുകളോളം നിശ്ചലമായിരുന്നു കേട്ടോ. ഏതായാലും തിരക്ക് നിയന്ത്രിക്കാൻ കർശനവും ശാസ്ത്രീയവുമായ ഇടപെടലുകൾ ഇല്ലെങ്കിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. കേരളത്തിൽ ഏറ്റവും വലിയ പുതുവത്സരാഘോഷം നടക്കുന്ന ഇടമാണ് ഫോർട്ട് കൊച്ചി. പാപ്പാഞ്ഞിയെ കത്തിച്ചാണ് പുതുവത്സരത്തെ വരവേൽക്കുന്നത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന വെളി ഗ്രൗണ്ടിൽ പാപ്പാഞ്ഞി തയ്യാറായി കഴിഞ്ഞു. 3 ലക്ഷത്തോളം ആളുകൾ പുതുവത്സരാഘോഷത്തിനായി ഫോർട്ട് കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് പോലീസ് അനുമാനിക്കുന്നത്. ആഘോഷത്തോടൊപ്പം സുരക്ഷയും അതിപ്രധാനം. പരേഡ് ഗ്രൗണ്ടിന് പുറമെ വെളി ഗ്രൗണ്ടിലും പാപ്പാഞ്ഞിയെ കത്തിക്കുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ജനങ്ങൾ അവിടെ വരുന്ന ആൾക്കാർ കൂടെ രാത്രി സമയത്ത് ഒത്തിരി തിരക്കുണ്ടാവും. അതുകൊണ്ട് ചെറിയ കൊച്ചു കുട്ടികളായിട്ട് വരുന്ന ആൾക്കാർ പ്രത്യേക ശ്രദ്ധ എടുക്കണം. മറ്റു വാഹനങ്ങൾ ആയിട്ട് വരുന്ന ആൾക്കാർ അവർക്ക് കഴിഞ്ഞ വർഷം ഏത് സ്ഥലത്താണോ പാർക്കിംഗ് ചെയ്തതെന്ന് അറിയാതെ അവർ തിരിച്ചു പോകുന്ന സമയത്ത് അവർക്ക് വണ്ടി കാണാത്ത കുറച്ച് സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ എവിടെയാണോ പാർക്ക് ചെയ്തതെന്ന് അവർ പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തിരിച്ച് അവർ വണ്ടി എടുത്തിട്ട് പോവാം. ഈ കാണുന്നതാണ് വെളി മൈതാനത്തെ മഴമരം. ക്രിസ്മസ് വരവ് അറിയിച്ചു തുടങ്ങിയാൽ പുതുവത്സരം വരെ ദീപാലങ്കൃതമായിരിക്കും. രാത്രി കാഴ്ചകൾ അതിമനോഹരം. പക്ഷേ ദീപങ്ങൾ തെളിയിച്ച ഉദ്ഘാടന ദിവസത്തെ രാത്രി കാഴ്ചകൾ ഒന്ന് കാണണം. ഫോർട്ട് കൊച്ചി ആകെ നിശ്ചലമായി. വെളി മൈതാനം നിറഞ്ഞു കവിഞ്ഞു. നിരവധി മണിക്കൂറുകൾ ഗതാഗത കുരുക്ക്. ഉദ്ഘാടനത്തിനായി എത്തിയ പ്രമുഖരടക്കം കുരുക്കിൽ കുരുങ്ങി. ദുരന്തത്തിന്റെ മുന്നറിയിപ്പായി ആ ദിനത്തിലെ രാത്രി കാഴ്ചകൾ കാണണം. മഴമരം പൂത്തപ്പോൾ ഫോർട്ട് കൊച്ചി വീർപ്പുമുട്ടിയ ദൃശ്യങ്ങൾ തന്നെയാണ് ആശങ്കയുടെ കേന്ദ്രബിന്ദു. എന്നാൽ ഭയം വേണ്ട, ജാഗ്രത മതിയെന്നാണ് കൊച്ചി സിറ്റി പോലീസിന്റെ മറുപടി. ആഘോഷം വേണം, പക്ഷേ സുരക്ഷയിൽ വിട്ടുവീഴ്ച പാടില്ലെന്നാണ് കൊച്ചിക്കാർ പറയുന്നത്. പരേഡ് ഗ്രൗണ്ടിലും പാപ്പാഞ്ഞി സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. ഫോർട്ട് കൊച്ചിയും പരിസര പ്രദേശങ്ങളും കംപ്ലീറ്റ് ന്യൂ ഇയർ വൈബിലേക്ക് മാറിയിട്ടുണ്ട്. പുതുവത്സര ആഘോഷത്തിനായി ഫോർട്ട് കൊച്ചിയിലേക്ക് ജനസാഗരം ഒഴുകിയെത്തും എന്നുറപ്പാണ്. അതുകൊണ്ട് ഈ ആഘോഷത്തിനായി എത്തുന്നവർ ഓർക്കുക, ഇവിടെ എത്തുകയും മടങ്ങിപ്പോവുകയും അത്ര എളുപ്പമാകില്ല. രജീഷ് ചെങ്ങമനാടൊപ്പം റിപ്പോർട്ടർ സജോ ദേവസ്യാം, എൻ റിപ്പോർട്ടർ, കൊച്ചി. സജോ പറഞ്ഞതുപോലെ ഫോർട്ട് കൊച്ചിയിൽ ആഘോഷത്തിനൊക്കെ പോകാം, പക്ഷേ സൂക്ഷിച്ചു പോകണം, കരുതൽ വേണം. പോലീസിന്റെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം. വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ അത് നിർദ്ദേശിച്ച സ്ഥലങ്ങളിൽ തന്നെ ആകണം. അങ്ങനെ ആ നിർദ്ദേശങ്ങളൊക്കെ പാലിച്ചാൽ നമുക്ക് ആഘോഷം അടിപൊളിയാക്കാം. അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ ബ്ലോക്കിൽ കുടുങ്ങി അവിടെ കിടക്കേണ്ടി വരും മണിക്കൂറുകൾ. അതോടെ ആഘോഷത്തിന്റെ ഭംഗി അല്ലെങ്കിൽ ആഘോഷം തന്നെ അങ്ങനെ ഗതാഗത കുരുക്കിൽ റോട്ടിൽ അവസാനിക്കുന്ന അവസ്ഥയായി തരും. അത് മറക്കണ്ട.